രാവിലെ തന്നെ കൊട്ടിയൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയതാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും നേരെ ഇരിട്ടിയിലേക്കാണ് ബസ് കയറിയത്. 50 രൂപയാണ് ചാർജ് എടുത്തത്. അതാണെങ്കിൽ ബീരാജുവട്ടേക്ക് പോകുന്ന ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോപ്പിൽ മാത്രമേ അത് നിർത്തുകയുള്ളൂ. ഇരിട്ടി എത്തിയപ്പോൾ തന്നെ ചങ്ക് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് 40 രൂപ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറുന്നു. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടാ. അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് പോകാൻ കഴിയില്ല, അത്ര ഭയങ്കരമായ തിരക്കായിരിക്കും. കൊട്ടിയൂരേക്ക് അടുക്കും തോറും നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. മലനിരകളും അങ്ങനെയുള്ള ഒരുപാട് ടൗണുകളെല്ലാം താണ്ടി ബസ് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്, ചില സമയത്തൊക്കെ ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ ബസ് ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ കാണാ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രാമപ്രദേശത്തൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് പച്ചപ്പിൻ്റെ ഇതിപ്പോൾ അടുത്ത ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടൗണിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കയറാനും ഇറങ്ങാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് വന്നു. ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ കാക്കയങ്ങാട് ടൗണാണ് കേട്ടോ. ഇവിടെ നിന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ മൃദംഗ ശൈലേശ്വരിയിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ ഇറങ്ങാനുണ്ടായിരുന്നു. കാക്കയങ്ങാട് ടൗണിലൊക്കെ അവരിറങ്ങി. അങ്ങനെ ബസ് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. കാക്കയങ്ങാട് ടൗണിൻ്റെ വശ്യ സൗന്ദര്യമാണ് നമ്മളിപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. കുണ്ടുകളോ കുഴികളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി റോഡാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാൻ ഈ ഒരു വഴി മാത്രമല്ല, പല സ്ഥലങ്ങളിലൂടെയും വഴികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ കൃത്യമായിട്ട് അടുത്ത ഈ ഒരു അമ്പലത്തിൽ ഉത്സവം പോകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. തിരക്കൊന്നും ഇല്ലാത്ത വഴികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക്. ഇപ്പോഴ് ഞാൻ പേരാവൂർ എത്തിയിരിക്കുകയാണ്. പേരാവൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ്. കാരണം ഇവിടുന്ന് പിന്നീട് ഒരുപാട് ബസ്സുകളുണ്ട്. അതായത് തലശ്ശേരിയിൽ നിന്നും പിന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളെല്ലാം ചേരുന്നത് എന്ന് പറഞ്ഞാൽ പേരാവൂറാണ്. പേരാവൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടാണ്. ഒരു കുന്നൊക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി നോക്കുമ്പോഴേക്ക് 2 ചേട്ടന്മാർ അടന്ന് മറ്റൊരു ബസ്സിൽ ഡീസൽ ഊറ്റുകയാണോ അല്ലെങ്കിൽ ഡീസൽ വലിച്ചെടുക്കുകയാണോ ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായാലും അവിടെ നിന്നും അതൊക്കെ ആ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങാനും ഇവൻ പബ്ലിഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ പണി പോകുമെന്നുള്ളൊരു സംശയമായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഡീസൽ ഊറ്റുന്ന രംഗമൊക്കെ ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അവിടുന്ന് ബസ് നേരെ ഇറങ്ങുകയാണ്. ആ ഇറക്കമൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോഴ് കേളകം, തുണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് ബസ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കണിച്ചാറുണ്ട്. കണിച്ചാറും സാമാന്യം നല്ല ടൗണാണ്, ഒരു പഞ്ചായത്താണ് കണിച്ചാറ്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ് കേട്ടോ. ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ആലോചിച്ചത് ആ മലമുകളിലൊക്കെ തെങ്ങും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടേക്ക് ആൾതാമസം ഉള്ളതാണ്. അവരുടെയൊക്കെ അവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം അവരൊക്കെ ആ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് വരണം അല്ലെങ്കിൽ ടൗണിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൃഷിയും കാര്യങ്ങളും അതുപോലെ ജനിച്ചു വളർന്ന ഭൂമിയും എല്ലാം അവിടെ ആയിരിക്കുമല്ലോ. ഇപ്പോഴും ഞാൻ എത്തിയിരിക്കുന്നത് തുണ്ടിയിലാണ് കേട്ടോ. തുണ്ടിയിൽ എത്തിയിരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കേളകം, കണിച്ചാർ, ഇങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയൂരായി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മലമുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ ബസ് ഇറങ്ങി കേട്ടാ. ബസ് ഇറങ്ങുമ്പോഴേക്ക് അവിടെ ഭയങ്കര പാട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും നിങ്ങൾ കേൾക്കത്തില്ല. നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴെല്ലാ പണിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് 2 ഉണ്ടക്കായി ഓരോ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പല ഹോട്ടലുകളും ഇങ്ങനെ തപ്പി പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെ പോയിട്ട് എവിടെയും ഹോട്ടലിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം നമ്മളിങ്ങനെ പോയി അവിടുന്ന് നടന്ന് ആ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കലാണല്ലോ മെയിന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നിടക്കെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്ന കവാടമാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്ന കവാടം. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ ചങ്കു പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം,
തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇനി വൃത്തിയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിലും വളരെയധികം ദയനീയമായിരിക്കും എന്ന് പറയുകയും അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തതിന് ശേഷം തിരിച്ച് വന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ തിരിച്ചു വന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ചായ കുടിക്കുന്ന രംഗമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോഴും അമ്പലത്തിന് അങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എന്താ പറയേണ്ടത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വന്നതായിരിക്കും. അവരൊക്കെ ഭഗവാന്റെ നടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നമ്മളും അതിൻ്റെ പുറകെ തന്നെ എങ്ങനെ അങ്ങ് പോയി അവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് അടുത്ത ആ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജനപ്രളയമായിരിക്കും. ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടന്നു എല്ലാം കണ്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകും. നിങ്ങൾക്കിപ്പോൾ കൊട്ടിയൂരൊക്കെ വരണമെങ്കിൽ കണ്ണൂരിൽ നിന്നും നേരെ ഇരിട്ടിയിലേക്ക് വരിക. ഇരിട്ടിയിൽ നിന്നും ഇഷ്ടംപോലെ ബസ്സുണ്ട്. പിന്നെ ഇരിട്ടിയിൽ വരാതെയും വരാം കേട്ടോ. പക്ഷേങ്കിൽ ബസ് കുറവായിരിക്കും. ഇരിട്ടിയിൽ വരുന്നതാണ് നല്ലത്. അങ്ങനെ കൊട്ടിയൂരിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കാരണം ഒരുപാട് കാടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്, അതൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആലുണ്ട്. ആല് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കാറ്റിന് എന്തോ പൊട്ടി വീണതാണെന്ന് തോന്നുന്നു. ആലും കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് ചില ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ക്യാമറ പ്രവേശനമൊന്നും ഇല്ല. ഇതിപ്പോൾ ദേവസ്വം ഓഫീസാണ് നമ്മൾ കാണുന്നത്. വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടത് ഇവിടെയാണ് നമ്മളെല്ലാം വരി നിൽക്കേണ്ടതും പിന്നെ വഴിപാട് ഭഗവാനുള്ള എല്ലാ വഴിപാടുകളും കഴിക്കേണ്ടത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തീർത്ഥമുണ്ട്. അതായത് ഇങ്ങനെ ഒഴുകി വരും, നല്ല തണുപ്പുള്ള ഒരു നല്ല വെള്ളമാണ്. അതിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എനിക്കിത് മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണ് വെച്ചത് എന്ന്. അങ്ങനെ കൂടെയുള്ള ചങ്ക് നേരെ പോയിട്ടുണ്ട് കാലും കൈയൊക്കെ അവിടെ നിന്ന് കഴുകുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അതിനു വേണ്ടിയിട്ട് തന്നെ വെച്ചതാണ്. കാരണം ഈ കാലും കൈയും കഴുകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് മലയിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന ഒരു വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ട ഈ തീർത്ഥം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നേ, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അവരൊക്കെ പറയുന്നത്. അതായത് മലയിൽ എവിടുന്നോ വരുന്നതാണ്. അത് ഏതൊരു പൈപ്പോ എന്തോ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ വരുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിൽ എന്താ പറയേണ്ടത് കിണറോ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചില ആൾക്കാരൊക്കെ പോയിട്ട് അവിടുന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ കഴുകുന്നത്. പിന്നെ അവിടെ ഒരു നാഗസ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ആയില്യം കാവാന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പൊട്ടി വീണത്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 മെയ് 29 മുതൽ 2026 ജൂൺ 24 വരെ. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതാണ്. 28 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യന്മാരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്ന് കൊട്ടിയൂർ ദേശം വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്കുഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്കുഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല. ശ്രീ ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത്. മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുഴം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കാലി ക്ഷേത്രത്തിനടുത്തുള്ള ആയില്യർക്കാവിലും ആലോചന നടക്കും. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുത് എന്നാണ് ദൈവവിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്തഞ്ചേരിയിലുള്ള കൂവപ്പാടത്ത് എത്തും. ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനീകർ ജന്മാശാരി
പുറം കലയൻ എന്നീ അവകാശികൾ അവിടെ കാത്തു നിൽക്കും. കൂവയില പറിച്ചെടുത്ത് ബാവലിയിൽ സ്നാനം നടത്തി കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും. ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും. കുറിച്യരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്യ യുവാവ് തൻ്റെ അമ്പിഞ്ച് മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്നും രക്തം വാർന്നു. അത് അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം. ഇടവത്തിലെ ചോദ്യനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സറുത്ത ശേഷം ചുറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ് വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അക്കരെ ക്ഷേത്രത്തിൽ 5 കാർമ്മികർ ചേർന്ന് പഞ്ചപുണ്യാഹം കഴിച്ച് ചോതി വിളക്ക് തെളിയിക്കും. ചോതി വിളക്ക് തെളിയിക്കുന്നത് 3 മൺതാലങ്ങളിൽ നെയ്യൊഴിച്ചാണ്. രാവിലെ കോട്ടയം തലശ്ശേരിക്കടുത്ത് ഏരുവട്ടി ക്ഷേത്രത്തിൽ നിന്നും ഇതിനു വേണ്ട എണ്ണയും വിളക്കുതിരിയും കൊണ്ടുവരും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ്. ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ്. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ബിംബം പുറ്റുമണ്ണിട്ട് മൂടുന്നു. പിന്നെ അടുത്ത ഉത്സവം വരെ 11 മാസം നിത്യപൂജയില്ല. ഉത്സവ ചടങ്ങുകൾക്ക് മുന്നോടിയായി ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനാണ് നാളം തുറയ്ക്കൽ അഥവാ അഷ്ടബന്ധം നീക്കുക എന്ന് പറയുന്നത്. ഈ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. 3-ാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ്. ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിലാണ്. മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം, വെള്ളിപ്പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളുമൊക്കെ കൊണ്ടുവരുന്നതിനാണ് ഭണ്ഡാരം എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടവതികൾ, ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഇതിനുശേഷമാണ് നെയ്യാട്ടം. ഇതിനുള്ള നെയ്യ് പ്രത്യേക വ്രതാനുഷ്ഠത്തോടെയാണ് കൊണ്ടുവരുന്നത്. തുറ്റെടുത്ത് ചൂരൽ വള കഴുത്തിലണിഞ്ഞ് ചെറിയ തരിയിൽ നെയ്ക്കുടം തലയിലേറ്റിയാണ് വരുന്നത്. അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനമുള്ളൂ. നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ്. മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു. കൂത്തുപറമ്പിനടുത്തുള്ള ഏരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഏരുവാട്ടി തണ്ടയാനായിരിക്കും. ഇവർക്ക് കിരാതമൂർത്തികളുടെ അകമ്പടിയുണ്ടാകും എന്നാണ് വിശ്വാസം. ഇവർ കൊട്ടിയൂരിലുള്ള മന്ദംചേരിയിലെത്തി ഇളനീർ വീഴ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു. ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും. ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീരുകൾ കാവലോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു. ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിനു മുമ്പിൽ സമർപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യും. ഇത് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നു. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുക്കാൻ നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി. വിഗ്രഹത്തെ കുർമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സ്വാന്തനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും. പൂജകൻ 2 കൈകളാലും ചുറ്റിപ്പിടിച്ചു വിഗ്രഹത്തിൽ തല ചേർത്തു നിൽക്കും. സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സ്വാന്തനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ്. ഉത്സവത്തിൻ്റെ ഭാഗമായി 2 ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും. മകൾ നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നെല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നെല്ലൂരാന്മാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ കലങ്ങൾ ഉപയോഗിച്ച് മകം, പൂരം, ഉത്രം നാളുകളിലുള്ള ഗൂഢകർമ്മങ്ങൾ നടക്കുന്നത്.
ഇത് കഴിഞ്ഞ് അത്തം നാളിൽ 1000 കുടം അഭിഷേകം, പൂജ, കലശപൂജയും ചിത്തിര നാളിൽ കലശാട്ടവും നടക്കും. അതിനു മുൻപായി ശ്രീകോവിൽ പൊളിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞ് കളഭാഭിഷേകം എന്നറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു. പിന്നെ അക്കരെ കൊട്ടിയൂരിൽ അടുത്ത വർഷം ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല. ദക്ഷന്റെ താടിയുടെ പ്രതീകമാണ് ഓടപ്പൂ. ഇത് കടകളിൽ നിന്നാണ് വാങ്ങേണ്ടത്, അല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് തരുന്നതല്ല. ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മറ വാതിലിലോ പൂജാമുറി വാതിലിലോ തൂക്കുന്നു. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.